ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ബ്രോ, നമുക്കൊരു ബിയർ റാങ്കഡ് പോയാലോ? കുറെ നാളായി ഒന്ന് മര്യാദക്ക് കളിച്ചിട്ട്. ബ്രോ പോവാം, എന്റെ ഫുൾ ചാർജ് ആണ്. നീ സ്റ്റാർട്ട് അടിക്ക്. ബ്രോ, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി കളിക്കായിരുന്നടാ. അല്ലെങ്കിൽ ഏതെങ്കിലും ബംഗാളി വന്ന് വെറുതെ ചൊറയാക്കും. ഓ അത് ശരിയാണല്ലോ. നമ്മുടെ അബു നമ്മുടെ ടീമിൽ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, എടുക്കട്ടെ. അബു വന്നല്ലോ. ബ്രോ അബു വന്നില്ലേ? ഇനി സ്റ്റാർട്ട് അടിക്കേ, നമുക്കൊരു മാച്ച് പോയിട്ട് വരാം. ബ്രോ ഇപ്പൊ സ്റ്റാർട്ട് അടിക്കാം. എന്താണ് അബു, നമുക്കൊരു മാച്ച് പോയിട്ട് വരാം. നമ്മളാണെങ്കിൽ ഒരാൾ തപ്പി നിക്കുവായിരുന്നു, അപ്പഴാ നീ വന്നത്. നീ വേണം, നമുക്കൊരു മാച്ച് പോയിട്ട് വരാം. നല്ല പുഷ് ചെയ്ത് കളിക്കാം. ഞാനില്ല, എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരു ക്രിമിനൽ സ്ക്വാഡ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇപ്പൊ ക്രിമിനൽ സ്ക്വാഡ് വെച്ചേ കളിക്കാറുള്ളൂ, അല്ലാതെ മറ്റുള്ള പ്ലേയേഴ്സിന്റെ കൂടെ പോയാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് പോകും. സ്റ്റാൻഡേർഡ് പോവെന്നോ? അങ്ങനെയാണെങ്കിൽ ഇവൻ കളിക്കുന്നതോ? ഇവന്റത് പച്ച ക്രിമിനൽ അല്ലേ? എടാ മണ്ട, അതൊക്കെ കോളനിയായി. അതുപോലെയല്ല റെഡ് ക്രിമിനൽ, മനസ്സിലായോ എനിക്ക്? ആരോടാ ഞാൻ ഈ പറയുന്നേ? ഈ എയർ ഡ്രോപ്പ് പോലും എടുക്കാത്ത ഇവനോടോ? എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ ഒരു അക്കൗണ്ട് എടുത്തതിന്റെ അഹങ്കാരമാണോ? നീ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് നിന്റെ ഒരു നൂബ് അക്കൗണ്ട് ആയിരുന്നു. അപ്പൊ നിന്നെ നമ്മൾ കളിക്കാൻ കൂട്ടിയിരുന്നു, അത് നീ മറക്കണ്ട. ഒന്ന് പോടാ, ഞാൻ ഇതിന്റെ പുറം കളിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ ഏത് നൂബരെങ്ങാനും കൂട്ടി സ്റ്റാർട്ട് അടിച്ചോ. എന്തൊരു അഹങ്കാരമാവന്! എത്രയും പെട്ടെന്ന് ആ റെഡ് ക്രിമിനൽ വണ്ടിയിൽ കൂടെ ഒന്ന് റിട്ടേൺ വന്നാൽ മതിയായിരുന്നു. ഇന്നലെ ആണെങ്കിൽ ഒരുപാട് സമയം ഗെയിം കളിച്ചു. അവസാനം ഫോണില് ചാർജ് തീർന്നിട്ടാ പോയി കിടന്നത്. എന്താണെന്ന് അറിയില്ല, ഇപ്പൊ ഗെയിം കളിക്കാൻ നല്ല മൂടുണ്ട്. ഇന്ന് എന്തായാലും ഒരുപാട് സമയം ഗെയിം കളിക്കണം. അവരൊക്കെ ഓൺലൈൻ ഉണ്ടോ ആവോ? ഇന്നലെ ആണെങ്കിൽ ഒരു ഒടുക്കത്തെ പവർ ആണ് ഉണ്ടായിരുന്നത്. കളിക്കുന്നത് മൊത്തം പോയ. ഇന്നും അതേപോലെ ആയാൽ മതിയായിരുന്നു. അതെന്താ റെഡ് ക്രിമിനലോ? എന്റെ മോനെ വിഷയം റെഡ് ക്രിമിനൽ റിട്ടേൺ വന്ന. എന്റെ മോനെ വിഷയം റെഡ് ക്രിമിനൽ റിട്ടേൺ വന്നിരിക്കുന്നു. എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മോ, ഇതെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആരാ? എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, വേഗം സ്പിൻ ചെയ്യാൻ തുടങ്ങട്ടെ. എല്ലാത്തിനും ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേഗം സ്പിൻ ചെയ്യാൻ തുടങ്ങട്ടെ. എന്തായാലും എനിക്ക് ഇത് എടുക്കണം. தலைவரு திமிங்கலம் தானோ ஆறு கடலில் சேரும் அந்த இடத்தில் அவங்க இத பாட்டு விட்ட உழுவ மீன் விட்டதையா. பஞ்சாயத்து தலைவரான சுறா மீன் தானுங்கோ. பஞ்சாயத்து தலைவரான சுறா மீன் தானுங்கோ. அவர் சொன்னபடி இருவருக்கும் நிச்சயதார்த்த தானுங்கோ. கல்யாணம் நடந்து வருது பாருங்கோ. வாழை மீனுங்க விலங்கு மீனுங்க கல்யாணம். சின்ன துணி கூட்டம் எல்லாம் ஊர்வலம். கடலில் நடக்குதையா திருமணம். அசரப்பொடி ஆளுக்கெல்லாம் தும்மாளம். கல்யாணமா 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 கல்யாணம். கல்யாணமா கல்யாணம் கல்யாணமா கல்யாணம். கல்யாணமா கல்யாணம். வாழை மீனுக்கு. A few moments later. എന്റെ മോനെ, അവസാനം എനിക്കും ക്രിമിനൽ വണ്ടിൽ കിട്ടി. എനിക്കാണെങ്കിൽ എന്നും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര പെട്ടെന്നാ എന്റെ 4000 സംതിങ് ഡയമണ്ട് പൊട്ടിയത്. എന്നാലും കുഴപ്പമില്ല, ക്രിമിനൽ വണ്ടിൽ കിട്ടിയല്ലോ. എന്റെ മോനെ, ഇമോട്ടൊക്കെ വിഷയം ഇമോട്ട് ഒന്നും പറയാനില്ല. ഞാനിങ്ങനെ ആദ്യമായിട്ടാ ക്രിമിനൽ വണ്ടിലൊക്കെ എടുത്തിട്ട്. എനിക്കാണ് സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് അറിയില്ല. ചങ്കി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവന്റെ ടീമിലേക്ക് പോട്ടെ. ബ്രോ നീ ക്രിമിനൽ വണ്ടിയിൽ എടുത്തല്ലേ? ബ്രോ ഞാൻ എടുത്തോ, ഇപ്പൊ എടുത്തതേ ഉള്ളൂ. എന്റെ മോൻ ഒന്നും പറയാനില്ല. വിഷയം റെഡ് ക്രിമിനൽ ഇത്രക്കൊക്കെ പൊളിയായിരിക്കും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ബ്രോ സത്യം പറഞ്ഞാൽ നീ ഇത് എടുക്കണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇതും കോളനിയാവും. ഇനി അവസാനം നിനക്ക് ഈ ബണ്ടിലിട്ട് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. വെറുതെ പറയുന്നല്ല കേട്ടോ, എന്റെ അനുഭവമാണ്. ഇല്ലട ബ്രോ, ഇതെന്തായാലും കോളനി ആവത്തില്ല. ഇതിന് നല്ല ഡയമണ്ട് പൊട്ടിക്കണം, അല്ലാതെ പച്ച ക്രിമിനൽ പോലെ ഇത് കോളനി ആവത്തില്ല. ബ്രോ അത് നിനക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ ഈ പച്ച ക്രിമിനൽ എടുക്കുമ്പോഴും ഇതേപോലെ ആയിരുന്നു. ഇനി എന്തായാലും ആവട്ടെ, നീ ഏതായാലും എടുത്തില്ലേ? ബ്രോ ഇത് കോളനി
ആവത്തില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇതെന്തായാലും കോളനി ആവത്തില്ല. നല്ല ഡയമണ്ട് പൊട്ടിക്കണം. ആരും എടുക്കാൻ നിൽക്കില്ല ഇത്. എന്റെ മോൻ എന്തായാലും വിഷയം തന്നെ കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ റെഡ് ക്രിമിനൽ. എടാ ബ്രോ, എന്നാ പിന്നെ നമുക്കൊരു മാച്ച് പോയാലോ? ഞാൻ വിചാരിക്കുമായിരുന്നു നീ എന്തൊന്നും മിണ്ടാത്തേന്ന്. എടാ ബ്രോ, അത് വേറൊന്നും കൊണ്ടല്ലടാ. എന്റെ ഗെയിമിലെ മൈക്ക് ഇടക്കിടക്ക് ബഗ്ഗായിട്ട് ഓഫ് ആവുന്നുണ്ട്. അതുകൊണ്ടാ ഒന്നും മിണ്ടാഞ്ഞത്. എടാ ബ്രോ, എന്നാ പിന്നെ നീ ഓട്ടോ മാച്ച് ഓഫ് ആക്കി സ്റ്റാർട്ട് ആക്കടാ. നമുക്കൊരു മാച്ച് പോയിട്ട് വരാം. എടാ ബ്രോ, അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ അബുല്ലേ, അവനെ ടീമിലേക്ക് വിളിക്കണം. അവൻ അന്ന് പട്ടി ഷോ കളിച്ചതല്ലേ റെഡ് ക്രിമിനൽ ഇട്ടിട്ട്. ഇപ്പൊ അവൻ എന്ത് പറയുന്നു നോക്കണല്ലോ. ആടാ ബ്രോ, അത് ശരിയാണ്. നീ അവരെ ടീമിലേക്ക് വിളിക്ക്. എടാ ബ്രോ, അതിനൊന്നും നിക്കണ്ടടാ. എടാ റെഡ് ക്രിമിനൽ മിക്കാറ് കോളനി ആവും. നീ ഇപ്പൊ എന്ത് പോയി പറയാൻ അവനെടുക്കാൻ? എടാ ബ്രോ, നിന്റെ പച്ച ക്രിമിനൽ പോലെ ഇതങ്ങനെ കോളനി ഒന്നും ആവത്തില്ല. നല്ല ഡയമണ്ട് പൊട്ടിക്കണം. നീ ഇപ്പൊ അത് വിട്. എന്തായാലും നമുക്ക് അവനെ ടീമിലേക്ക് വിളിച്ച് ഊക്കി വിടാം. നമ്മുടെ കയ്യിൽ റെഡ് ക്രിമിനൽ കാണുമ്പോ അവൻ ആകെ മാറിപ്പോവും. A few moments later. എന്താണ് നൂബേ, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ കയ്യിൽ നോക്കടാ റെഡ് ക്രിമിനൽ. വേണം നീ ഇൻസ്പെക്ട് ചെയ്ത് നോക്ക്. ഇത് ഒറിജിനൽ റെഡ് ക്രിമിനൽ തന്നെയാണ്. എടാ മണ്ട, ഈ റെഡ് ക്രിമിനൽ റിട്ടേൺ വന്നാ എനിക്കൊരു കോപ്പുമില്ല. എന്റെ അക്കൗണ്ട് ഇപ്പൊ സെയിലാവാൻ പോവാ. ഒരുപാട് പൊട്ടിച്ചാണല്ലോ ക്രിമിനൽ എടുക്കാൻ. ഇപ്പൊ നീയാ ശരിക്കും മണ്ടനായത്. ഈ ക്രിമിനൽ വണ്ടിൽ മൊത്തം കോളനി ആവാൻ പോവാ. ഇനി ആ വണ്ടിയിൽ നിനക്ക് മര്യാദക്കൊന്നും ഇട്ട് കളിക്കാൻ പോലും പറ്റത്തില്ല. ഒന്ന് പോടാ അവിടുന്ന്. ഈ റെഡ് ക്രിമിനൽ അങ്ങനെ കോളനി ഒന്നും ആകത്തൊന്നുമില്ല. ഇത് ഒരുപാട് ഡയമണ്ട് പൊട്ടിച്ചാലേ കിട്ടത്തുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ? എന്നാ നമുക്കത് കണ്ടു തന്നെ അറിയാം. എന്ത് കണ്ടറിയാൻ? എടാ അവന് വേണ്ട എന്താ വെച്ചാ കൊടുത്തേര്. ആ ശരിടാ ബ്രോ. അത് പൊളിച്ചു. എടാ ബ്രോ, ഇപ്പൊ ഓക്കെ അല്ലേ? എന്നാ പിന്നെ നമുക്കൊരു മാച്ച് പോയാലോ? എടാ ബ്രോ, അത് പിന്നെ നിങ്ങൊരു മാച്ച് പോവാ. ഞാൻ ഒരു ക്ലാസ്സിക്ക് പോയിട്ട് വേഗം വന്നേക്കാം. ആടാ ബ്രോ, ശരി ശരി. ഓ, ഇനി അവൻ പറഞ്ഞ പോലെ ഈ ക്രിമിനൽ വണ്ടില് കോളനി എങ്ങനെ ആവോ? അതിന് ചാൻസ് ഇല്ല. ഒരുപാട് ഡയമണ്ട് പൊട്ടിച്ചെടുക്കേണ്ടതല്ലേ. എന്തായാലും നമുക്കൊരു മാച്ച് പോയി നോക്കാം. എന്നാ മനസ്സിലാവുമല്ലോ.